പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ, ഞാൻ ദുബായിലേക്ക് വന്നിട്ട് 23 വർഷമായി. ജോലി ചെയ്ത് കഴിഞ്ഞു പോയി 23 വർഷങ്ങൾ എൻ്റെ ജീവിതത്തിലെ വലിയൊരു അധ്യായമാണ്. ഞാൻ വലിയ മോട്ടിവേഷൻ സ്പീക്കറൊന്നും അല്ല. എന്നാലും എൻ്റെ ജീവിതത്തിലെ ചില അനുഭവങ്ങൾ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഉപകാരമായെങ്കിലോ. ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് അകറ്റി മരുഭൂമിയിലേക്ക് കൊണ്ടുവന്നത് വെറും ശമ്പളത്തിനൊന്നുമല്ല, നമ്മളോടുള്ള ഒരു ചില ഉത്തരവാദിത്വങ്ങൾ കൂടി നമുക്കുണ്ട്. സമയത്ത് ഒറ്റപ്പെടൽ വരാം, ചിലപ്പോൾ നിരാശ വരാം, ചിലപ്പോൾ നമ്മളെ ആരും വിലമതിക്കാത്ത ഒരവസ്ഥ വരാം. പക്ഷെ ഓർക്കുക, നിങ്ങൾ കുടുംബത്തിൻ്റെ ഒരു കരുത്തായിരുന്നു. നിങ്ങളുടെ വേർപ്പിലാണ് ആ വീടിൻ്റെ വെളിച്ചം തെളിഞ്ഞത്. ഒരു സ്ഥലങ്ങൾ നമ്മുടെ കമ്പനിയിലൊക്കെ ചില സമയത്ത് നമുക്ക് ചില അവഗണനകളൊക്കെ നേരിട്ടെന്ന് വരാം. പക്ഷെ അതുകൊണ്ടൊന്നും നിങ്ങളുടെ മൂല്യം കുറയുന്നൊന്നുമില്ല. അത് നമ്മളെ കഴിവ് തെളിയിക്കാൻ പറ്റിയ ഒരു അവസരമായിട്ട് കണ്ടാൽ മതി. ആത്മവിശ്വാസം വേണം, അത് പക്ഷെ അഹങ്കാരമൊന്നും ആകാൻ പാടില്ല. പണം സമ്പാദിക്കുന്നത് ഒരു പ്രധാനമായ കാര്യം തന്നെയാണ്. പക്ഷേ മനസ്സിന്റെ സമാധാനം നഷ്ടപ്പെടുത്തി പണം സമ്പാദിക്കുന്നത്, അതുപോലെ തന്നെ സമ്പാദിക്കുന്നതെല്ലാം ചെലവഴിക്കുന്നത്, അതൊന്നും അത്ര നല്ലതിന് വേണ്ടിയല്ല. നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി കുറച്ച് പൈസ നിങ്ങളുടെ പേരിൽ അക്കൗണ്ടിൽ സൂക്ഷിക്കുന്നത് വളരെ ഉപകാരപ്പെടും. വേറെ കാര്യം, ജീവിതം മുഴുവൻ മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന് പേടിച്ച് ജീവിക്കാൻ പോയാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊന്നും ജീവിതത്തിൽ നടക്കില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുക, പോകണമെന്ന് അല്ലെ ആഗ്രഹമുള്ള സ്ഥലത്തൊക്കെ പോകണമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് പൊയ്ക്കോ. ഇഷ്ടപ്പെട്ട വസ്ത്രമൊക്കെ വാങ്ങിച്ച് ഇട്. നല്ല രീതിയിൽ ഫാഷനായിട്ടൊക്കെ കുറച്ച് നടക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സ് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തോ. മറ്റുള്ളവർ എന്ത് പറയുന്നു വിചാരിച്ചിട്ടൊന്നും ഇരിക്കണ്ട. നമ്മളെ ജീവിതം നാളെ തീർന്നു പോകും. ആരോഗ്യമൊക്കെ നഷ്ടപ്പെടുത്തി, സന്തോഷവും നഷ്ടപ്പെടുത്തി, കുടുംബത്തെ മാത്രം വിചാരിച്ച് കുറെ പൈസ ഉണ്ടാക്കണമെന്ന് മാത്രം വിചാരിച്ചിരുന്നാലുണ്ടല്ലോ, ജീവിതം അങ്ങ് തീർന്നു പോകും. എന്നെ പോലെ ഒരു ദിവസം നിങ്ങൾ പിന്നോട്ട് നോക്കുമ്പം ഈ മരുഭൂമിയിൽ വർഷം കൊണ്ട് നിങ്ങളുടെ അഭിമാന കഥ ഉണ്ടായിരിക്കണം, അല്ലാതെ പശ്ചാത്താപിക്കാനുള്ള ഇടവരരുത്. അതുകൊണ്ട് ജീവിതം അടിച്ചുപൊളിച്ച് ജീവിച്ചോ. കുടുംബത്തെ നോക്കണം, സ്വന്തം സമ്പാദ്യവും വേണം കേട്ടോ. അതേ പറയാനുള്ളൂ, വേറൊന്നുമില്ല. ഇതാണ് എൻ്റെ അനുഭവം. എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യ്, ലൈക്ക്